അമേരിക്കയിലെ സ്വകാര്യ കമ്പനിക്ക് വെബ് വെർഷനിലും മൊബൈൽ വെർഷനിലും സോഫ്റ്റ്വെയർ നിർമ്മിച്ചു നൽകാമെന്ന് പറഞ്ഞ് കബളിപ്പിച്ചെന്ന പരാതിയിൽ കൊച്ചിയിലെ IT കമ്പനിക്കെതിരെ പോലീസ് കേസെടുത്തു. ഇൻഫോ പാർക്കിലെ ഐഡിയ മാർക്കറ്റിംഗ് കമ്പനിക്കെതിരെയാണ് ഇൻഫോ പാർക്ക് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. 43 ലക്ഷം രൂപയും മറ്റ് ചെലവുകൾക്കായി 15 ലക്ഷത്തോളം രൂപയും തട്ടിയെടുത്തെന്നാണ് പരാതി. ഓളം ജോലി കിട്ടട്ടെ, ആ കുടുംബങ്ങളെ രക്ഷപ്പെടട്ടെ എന്നുള്ളൊരു രീതിയിലാണ് US ബേസിലുള്ള ഒരു കമ്പനിയിലെ പ്രൊജക്റ്റ്, മാസീവായിട്ടുള്ളൊരു പ്രൊജക്റ്റ് നമ്മൾ കൊച്ചി ഇൻഫോ പാർക്ക് കേന്ദ്രീകരിച്ച് ഇവിടെയുള്ള കമ്പനിക്ക് കൊടുത്തത്. പക്ഷേ ഇതിൽ നിന്ന് നമുക്ക് കിട്ടിയൊരു നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര ചീറ്റിംഗ് കമ്പനിയാണ്. ഇത്രയും വലിയൊരു ചീറ്റിംഗ് കമ്പനിയെ നമ്മൾ കണ്ടിട്ടില്ല. കാരണം ഇവർ കേരളത്തിലെ ലീഡിംഗ് കമ്പനികളായിട്ടുള്ള 24 ന്യൂസ്, ഏഷ്യാനെറ്റ്, ഫ്ലവേഴ്സ് ഗ്രൂപ്പ്, റേഡിയോ മാംഗോ ഇവരുടെയൊക്കെ ബാക്ക് എൻഡ് സോഫ്റ്റ്വെയർ ചെയ്തു എന്നുള്ള രീതിയിലാണ് ഇവർ നമ്മളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചത്. അതിൻ്റെ എല്ലാം കോപ്പികൾ നമ്മൾ കാണിച്ചു തരികയുണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ വലിയ ആളുകളിലേക്ക് കൂടിയിരുന്ന, അതായത് സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ, ഇവരുടെ എല്ലാം കൂടിയിരുന്ന ഇവർ പ്രൊഫൈല് ഈ ഉണ്ടാക്കിയ പ്രൊജക്റ്റ് നമ്മൾ കാണുവാനായിട്ട് വിസിറ്റ് ചെയ്യാനായിട്ട് വരുന്ന ഈ പിക്ചറുകളെല്ലാം നമ്മൾ കാണിച്ചു തന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിൽ ഇവർ തന്ന ഡോക്യുമെൻ്റ് എല്ലാം നമ്മൾ വെരിഫൈ ചെയ്തത്. പക്ഷേ ഇതെല്ലാം വേറെ കമ്പനികളുടെ ഡോക്യുമെൻറ്റുകളായിരുന്നു. അത് നമ്മൾ വെരിഫൈ ചെയ്താലും അതിൽ നമുക്ക് ഒരു ആൻസർ നമുക്ക് സ്വാഭാവികമായിട്ടും കിട്ടും. പക്ഷേ ഇതിൽ നിന്ന് ഇപ്പോൾ ഇതുവരെ നമ്മളൊരു 3 മാസത്തെ പ്രൊജക്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുത്തിട്ട് ഇന്നിപ്പോൾ 16 മാസം പിന്നിട്ടിട്ടും ഇവർ ഈ പ്രൊജക്റ്റ് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. 4th മൈൽ സ്റ്റോൺ അങ്ങനെയാണ് നമ്മളിത് പ്ലാൻ ചെയ്തത്. പക്ഷേ മൈൽ സ്റ്റോൺ 1 പോലും ഇതുവരെ കംപ്ലീറ്റഡ് ആയിട്ടില്ല. അതവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഫൈനലി അവർ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കിത് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മളപ്പോഴത്തേനും ഇവർ ചോദിച്ച എമൗണ്ട് നമ്മൾ ഫുൾ എമൗണ്ട് നമ്മൾ അവർക്ക് കൊടുത്തു കഴിഞ്ഞു. ഒന്ന്, നമ്മൾ ഇവിടെയുള്ള കുറച്ച് വിശ്വസ്തരായിട്ടുള്ള സോഫ്റ്റ്വെയറിൽ മിടുക്കന്മാരായിട്ടുള്ള വ്യക്തികൾ ഇന്ത്യയിലുണ്ട് എന്നുള്ള ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അത് തന്നെ. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൽ വരുന്ന ഒരു 200ഓളം പേർക്ക് കിട്ടുന്ന ജോലി സാധ്യത, അതാണ് ഏറ്റവും വലുത്. ഒരു പ്രൊജക്റ്റിന് എപ്പോഴും അതിൻ്റെ ബാക്ക് എൻഡിൽ നമുക്ക് ജോബ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇത്രയും വലിയ ഇത് സ്വപ്നം കണ്ടുകൊണ്ടാണ് ഇവിടെ ഒരു 200 പേർക്ക് തൊഴിൽ കിട്ടട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ കൊടുത്തത്. പക്ഷേ ഇവിടെ ഇതിൻ്റെ പേരിൽ നടന്നൊരു ചീറ്റിങ്ങാണ്. അപ്പോൾ എനിക്കിത് പറയാനുള്ള, ഇപ്പോൾ മുഖ്യമന്ത്രി ആയിക്കോട്ടുള്ള മന്ത്രിമാരായിക്കൊള്ളട്ടെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനെല്ലാത്തിനും കൂടെ ഒരു സെപ്പറേറ്റ് ഒരു പോർട്ടൽ വരണം. ഈ ജെന്യുവനായിട്ടുള്ള കമ്പനികളെല്ലാം 1 പോർട്ടലിൽ വരുന്ന അതിൽ രജിസ്റ്റർ ചെയ്ത് വേണം പ്രൊജക്റ്റ് പോവുക എന്നുള്ളതാണ് ഞങ്ങളെപ്പോലെയുള്ള എന്താ പറയുക സോഫ്റ്റ്വെയർ രംഗത്ത് നിൽക്കുന്ന ആളുകൾക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഈ US ഒരു സ്വകാര്യ കമ്പനിയെ പറ്റിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ അന്വേഷണം നടത്തിയപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ഒരു പേരിൽ നിന്ന് മാറിയിട്ട് ഇപ്പോൾ ഒരു AI ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന രൂപത്തിലേക്ക് ഈ ഒരു സ്ഥാപനം മാറിയതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഓരോ രൂപത്തിൽ മാറി ഒരു തട്ടിപ്പിൻ്റെ രൂപത്തിലേക്ക് പോകുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ തൃക്കാക്കര നഗരസഭയിൽ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്ന് നടത്തിയ ഹെൽത്ത് വിഭാഗമൊക്കെ നടത്തിയ ഒരു അന്വേഷണത്തിൽ ആ കമ്പനിയിൽ നടത്തിയൊരു ഇൻസ്പെക്ഷനിൽ യാതൊരു വിധത്തിലുള്ള രജിസ്ട്രേഷനോ അല്ലെങ്കിൽ മറ്റ് ലൈസൻസോ ഒന്നും ഇല്ല എന്നാണ് നഗരസഭയിൽ നിന്ന് നമുക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള കമ്പനികൾ നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് ഇൻഫോ പാർക്ക് പോലുള്ള സ്ഥലങ്ങളിൽ ഈ IT രംഗത്ത് വലിയ തട്ടിപ്പിനാണ് നേതൃത്വം കൊടുക്കുന്നത്. ഒരു പ്രത്യേക പേരിൽ വന്ന് വലിയ തട്ടിപ്പ് നടത്തിയതിന് ശേഷം അത് അടച്ചുപൂട്ടി വേറെ പുതിയ പേരിൽ വരുന്ന സാഹചര്യങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അധികാരികളുടെ ഭാഗത്തുനിന്നും അടിയന്തരമായ നടപടി ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾക്കെതിരായിട്ട് ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇൻഡ്രിയ മാർക്കറ്റിംഗ് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിനെ വിശ്വസിച്ചിട്ടാണ് അമേരിക്കൻ കമ്പനി ഇതിലേക്ക് ഇത്തരം എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റ് നല്ല രീതിയിൽ റൺ ചെയ്ത് ഇത് ലോഞ്ച് ആയതിനു ശേഷം അല്ലെങ്കിൽ ലോഞ്ച് ആവുന്നതിനോടനുബന്ധിച്ച് ഒരു 150-200 പേർക്ക് തൊഴിൽ കിട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇതുമൂലം ഇല്ലാണ്ടായിപ്പോയത്. ഈ ഒരു തട്ടിപ്പ് പ്രവർത്തനം കൊണ്ട് ഇല്ലാണ്ടായത് ഒരു 10-200 കുടുംബങ്ങൾ രക്ഷപ്പെടാനുള്ള അല്ലെങ്കിൽ അവർക്കൊരു തൊഴിൽ മാർഗം കിട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇതുപോലെ നഷ്ടമായി. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, കൊച്ചിയിലൊരു IT മാർക്കറ്റിംഗ് കമ്പനിക്കെതിരെയാണ് ഈ രീതിയിലുള്ള ഒരു പരാതി ഉയർന്നു വന്നത്. പോലീസ് ഇപ്പോൾ ഇൻഫോ പാർക്ക് പോലീസ് ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. എന്താണ് ഈ പരാതിക്കാർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ? ഇൻഫോ പാർക്കിൽ തന്നെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന, അത് ഇൻഫോ പാർക്ക് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഐന്ദ്രിയ മാർക്കറ്റിംഗ് കമ്പനി എന്ന് പറയുന്ന കമ്പനിക്കെതിരെയാണ് ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇത് ഒരു അമേരിക്കൻ കമ്പനിയാണ്. അമേരിക്കൻ കമ്പനിക്ക് മൊബൈൽ സോഫ്റ്റ്വെയറും അല്ലാതെ വെബ് സോഫ്റ്റ്വെയറും ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ നിർമ്മിച്ച് നൽകാമെന്ന് പറഞ്ഞിട്ടാണ് 43 ലക്ഷം രൂപയാണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക്, അതായത് വെബിൻ്റെയും മൊബൈലിൻ്റെയും സോഫ്റ്റ്വെയർ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് 43 ലക്ഷം രൂപയാണ് കമ്പനി കൈപ്പറ്റിയിരിക്കുന്നത്. മറ്റ് ചിലവുകൾക്കായി 15,90,000
10,000 രൂപയും കൈപ്പറ്റിയിട്ടുണ്ട്. എന്തായാലും മൊത്തത്തിൽ 58,90,000 രൂപ, ഏതാണ്ട് 59 ലക്ഷം രൂപയോളം തട്ടിച്ചു എന്നുള്ള പരാതിയാണ്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇൻഫോ പാർക്ക് പോലീസ് കേസ് എടുത്തിട്ടുണ്ട്, കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ കമ്പനിയുടെ ഐന്ദ്രിയ CEO ജ്യോതിഷ് കുമാർ, അതുപോലെ ഫിനാൻസ് ഹെഡ് ആനന്ദ് ദിലീപ് എന്നിവർക്കെതിരെയാണ് കേസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ രണ്ടുപേർക്കുമെതിരെയാണ്. ഇവരെ രണ്ടുപേരും ഒളിവിലാണ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ നിലവിൽ എന്താണ് ഇവരുമായി ബന്ധപ്പെട്ടുള്ള ഇവരേത് തരത്തിലാണ് തട്ടിപ്പ് നടത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമാകേണ്ടതുണ്ട്. ഈ പരാതിയുമായി രംഗത്തെത്തിയവർ വലിയ നെറ്റ്വർക്ക് സംവിധാനങ്ങളാണ് ഈ ഐന്ദ്ര സൊല്യൂഷൻസിനുള്ളത് എന്നുള്ളതാണ് പരാതിയുമായി രംഗത്തെത്തിയവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം. സോഫ്റ്റ്വെയർ ലഭിക്കാത്തതിനാലാണ് അമേരിക്കൻ കമ്പനി ഇപ്പോൾ നിലവിൽ, അതായത് കേരളത്തിൽ 100 പേർക്ക് ജോലി നൽകാമെന്നുള്ള കണ്ടീഷനോട് കൂടിയാണ് കേരളത്തിൽ തന്നെ ഈ ഒരു സംവിധാനം ഏർപ്പെടുത്തുകയും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ടുള്ള വെബ് മാർക്കറ്റിംഗ്, വെബ് അതുപോലെ മൊബൈൽ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട സോഫ്റ്റ്വെയർ ഡിസൈനിങ്ങിനുള്ള ഇടം കേരളം തന്നെ ആക്കിയതും ആ ഒരു സാഹചര്യത്തിൽ തന്നെ ആയിരുന്നു. പക്ഷേ അത് നിലവിൽ കേരളത്തിൽ നിന്ന് ജോലിക്കെടുത്തുള്ള ആളുകളുടെ തന്നെ ജോലി പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് അമേരിക്കൻ കമ്പനിയുടെ നീക്കം. അതായത് അമേരിക്കൻ കമ്പനിക്ക് വേണ്ടിയിട്ട് കേരളത്തിൽ നിന്ന് നിയമിക്കപ്പെട്ട ആളുകളുടെ ജോലി ഇല്ലാതാകുന്ന ഒരു സാഹചര്യമാണ്. അതേസമയം 4 വിവിധ ഭാഗങ്ങളിലായിട്ട് 4 മൊഡ്യൂളായിട്ടാണ് ഇവർ ഈ സോഫ്റ്റ്വെയർ നിർമ്മിച്ച് നൽകാമെന്ന് പറഞ്ഞിരുന്നതും 3 മാസത്തിനുള്ളിൽ നിർമ്മിച്ച് നൽകാമെന്നുമാണ് പറഞ്ഞിരുന്നത്. അതേ സാഹചര്യത്തിൽ തന്നെ ഇത് 16 മാസമായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു നീക്കുപോക്കുകളും ഉണ്ടായിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട പണം തട്ടിച്ചതുമായി ബന്ധപ്പെട്ട പരാതിയാണ് നിലവിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ വിശ്വാസവഞ്ചന, ചതി, പണം തട്ടൽ തുടങ്ങിയ കുറ്റങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇൻഫോ പാർക്ക് നിലവിൽ കേസെടുത്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ആളുകളാണ് നമ്മളോട് പ്രതികരിച്ചത്. എന്തായാലും 16 മാസത്തിന് ആയ ശേഷം, അതായത് 3 മാസത്തിനുള്ളിൽ നിർമ്മിച്ച് നൽകാം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഡീൽ 16 മാസമായിട്ട് പൂർത്തീകരിച്ചില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പരാതി. ഇതുമായി ബന്ധപ്പെട്ട CEO ഏകദേശം 58 ലക്ഷം രൂപയുടെ തട്ടിപ്പ് ഈ അമേരിക്കൻ സ്വകാര്യ കമ്പനിയുടെ പേരിൽ, അതായത് സ്വകാര്യ കമ്പനിക്ക് വെബ് വേർഷനിലും മൊബൈൽ വേർഷനിലും സോഫ്റ്റ്വെയർ നിർമ്മിച്ച് നൽകാമെന്ന് പറഞ്ഞ് തട്ടിയെടുത്തതായി പരാതിക്കാർ പറയുന്നുണ്ട്. ഇതൊരൊറ്റപ്പെട്ട സംഭവമായിരിക്കുമോ? കൂടുതൽ പേരെ കബളിപ്പിച്ചവർ പണം തട്ടിയെടുത്തിട്ടുണ്ടാകുമോ? മാത്രമല്ല ഇതിൻ്റെ ഇപ്പോൾ ഈ ഒരു സ്ഥാപനം ഒരു AI ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് തുടങ്ങിയ ആരോപണങ്ങൾ കൂടി അവർ ഉന്നയിക്കുന്നുണ്ടല്ലോ. യെസ്, 58 ലക്ഷം രൂപയുടെ തട്ടിപ്പ് ഒരു സ്ഥാപനത്തിൽ നിന്ന് മാത്രം, അതായത് അമേരിക്കയിലെ ഒരു സ്വകാര്യ കമ്പനിയിൽ നിന്ന് മാത്രം 58 ലക്ഷം രൂപ ഇവർ തട്ടിയെടുത്തു എന്നാണ് പറയുന്നത്. അതായത് ഒരു സോഫ്റ്റ്വെയർ നിർമ്മിച്ച് നൽകാമെന്ന് പറഞ്ഞ് അത് കേരളത്തിലെ പ്രധാനപ്പെട്ട വാർത്താ ചാനലുകൾക്ക്, മാധ്യമങ്ങൾക്ക് സോഫ്റ്റ്വെയർ നിർമ്മിച്ച് നൽകിയത് തങ്ങളാണെന്ന് അവകാശപ്പെടുന്നു. അങ്ങനെ അവകാശപ്പെട്ടാണ് ഈ അമേരിക്കയിലെ കമ്പനിയുമായി ബന്ധപ്പെടുന്നത്. അവരെ കബളിപ്പിച്ച് ഇതിൻ്റെ തുടക്കത്തിലുള്ള ചില പ്രാഥമിക നടപടികൾക്ക് വേണ്ടി മാത്രം, രജിസ്ട്രേഷൻ മറ്റ് നടപടികൾക്ക് വേണ്ടിയും 58 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്ന് പറയുന്നുണ്ട്. ആജ്ഞയിലേക്ക് വീണ്ടും ആജ്ഞ, ഇതൊരൊറ്റപ്പെട്ട സംഭവമായിരിക്കുമോ? കൂടുതൽ പേരെ ഇവർ കബളിപ്പിച്ചിട്ടുണ്ടാകുമോ? പോലീസ് ആ രീതിയിൽ അന്വേഷണം നടത്തുന്നുണ്ടോ? അതായത് 3 മാസം കൊണ്ട് നിർമ്മിച്ച് നൽകാം. സോഫ്റ്റ്വെയർ അപ്ഡേഷൻ, വെബ് അപ്ഡേഷനും അതുപോലെ മൊബൈൽ അപ്ഡേഷനും 3 മാസം കൊണ്ട് നിർമ്മിച്ച് നൽകാമെന്നാണ് ഐന്ദ്രിയ മാർക്കറ്റിംഗ് സൊല്യൂഷൻസ് ഇവർക്ക് നൽകുന്ന ഉറപ്പ്. ആ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് 58 ലക്ഷം രൂപ, അതായത് 43 ലക്ഷം രൂപ ഈ പറയുന്ന സോഫ്റ്റ്വെയർ നിർമ്മാണത്തിനും അതുപോലെ 15,90,090 രൂപ ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു ചിലവുകൾക്കുമാണ് ഇവർ കൈപ്പറ്റിയിട്ടുള്ളത്. അതായത് 59 ലക്ഷം രൂപയോളം ഈ കമ്പനിയുടെ അധികൃതർ കൈപ്പറ്റിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിനിടയിൽ ഉയർന്നു വന്നൊരു പ്രധാനപ്പെട്ട ആരോപണം, ഇൻഫോ പാർക്കിൽ ഇങ്ങനത്തെ കമ്പനികൾ വരുന്നു, ഇങ്ങനെ ഉള്ള കരാറുകൾ മറ്റു കമ്പനികളുമായി ഇത്തരം കരാറിൽ ഏർപ്പെട്ട ശേഷം അത് അടച്ചുപൂട്ടി പുതിയ കമ്പനിയായി ലോഞ്ച് ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്ന് നമ്മളോട് പ്രതികരിച്ചുള്ള ഒരാളും അല്പം മുമ്പ് പറയുന്നത് കേട്ടു. ഇത്തരം സാഹചര്യങ്ങൾ സർവ്വസാധാരണമാണെങ്കിൽ അത്തരം കാര്യങ്ങളിൽ അന്വേഷണം വേണ്ടേ എന്നുള്ള ഒരു ചോദ്യം കൂടി ബാക്കിയാവുന്നുണ്ട്. പ്രത്യേകിച്ചും ഇങ്ങനെ ഈ 58 ലക്ഷം രൂപ എന്ന് പറയുന്ന ഒരു ചെറിയ തുകയല്ല. ഒരു കമ്പനിയുടെ, അമേരിക്കൻ കമ്പനിയുടെ ഇവിടെ കേരളത്തിൽ നിരവധി പേർക്ക് തൊഴിലവസരങ്ങൾ ഒരുങ്ങുന്ന അല്ലെങ്കിൽ ഒരുങ്ങേണ്ടിയിരുന്ന സാഹചര്യം ഒരുക്കാൻ തയ്യാറായിക്കൊണ്ട് കേരളത്തിലേക്ക് തന്നെ വന്നിട്ടുള്ള ഒരു അമേരിക്കൻ കമ്പനിയുടെ, അത് അമേരിക്കയിൽ ചെയ്യാൻ പറ്റാഞ്ഞിട്ടായിരുന്നില്ല കേരളത്തിലെ ആളുകളെ അത് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്.
കേരളത്തിലുള്ള ആളുകൾക്ക് തൊഴിലുറപ്പ് നൽകാൻ വേണ്ടി തന്നെയായിരുന്നു. അത് കേരളത്തിലെ ഒരു കമ്പനിയെ ഇതുമായി ബന്ധപ്പെട്ട ഈ സോഫ്റ്റ്വെയർ അപ്ഡേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത് അങ്ങനെയാണ്. പക്ഷേ അതിൽ തട്ടിപ്പ് നടത്തി ഈ 3 മാസം കൊണ്ട്, അതായത് ഇവർക്ക് മുൻ എക്സ്പീരിയൻസുകൾ ഇവർ വലിയ കമ്പനികളുടെ പ്രൊഫൈലുകൾ ചെയ്തു നൽകിയിട്ടുണ്ട് എന്നുള്ള വലിയ ഒരു എക്സ്പോഷർ ഉണ്ടാക്കിയ ശേഷമാണ് ഇവർ ഈ കമ്പനിയുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയതും ഇവരുടെ വിശ്വാസ്യത പിടിച്ചു പറ്റിയതുമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് പോയത്. അതിനുശേഷം ഈ കമ്പനിയുടെ കരാറുമായി മുന്നോട്ട് പോകുന്നു. 3 മാസത്തിനുള്ളിൽ ഇത് നൽകാം, അതായത് ചെയ്തു നൽകാം വെബിനും, അതായത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്കുള്ള മുഴുവൻ ആപ്ലിക്കേഷനുകൾ, മൊബൈൽ ആപ്ലിക്കേഷൻ ഉൾപ്പെടെയുള്ളതും അതുപോലെ വെബിലേക്കുള്ള മുഴുവൻ സപ്പോർട്ടും സോഫ്റ്റ്വെയർ സപ്പോർട്ടും ചെയ്ത് നൽകാമെന്നുള്ള കരാറിലാണ് ഇവർ ഈ 58 ലക്ഷം രൂപ കൈപ്പറ്റിയിട്ടുള്ളത്. അതിൽ 43 ലക്ഷം രൂപ സോഫ്റ്റ്വെയറിന് വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ അത് 3 മാസത്തിനുള്ളിൽ നൽകാം. അതേസമയം 4 ഘട്ടങ്ങളിലായി ചെയ്ത് തീർക്കേണ്ടുന്ന ഒരു രീതിയായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെയായിരുന്നു പ്ലാൻ ഇട്ടത്. അത് 3 മാസത്തിനുള്ളിൽ ചെയ്ത് തീർക്കാമെന്നുള്ള കരാറോട് കൂടിയാണ്. അതേസമയം ഈ കരാർ അവസാനിച്ചിട്ട് ഈ 3 മാസം കഴിഞ്ഞിട്ട് ഈ പണം കൈപ്പറ്റിയിട്ട് 16 മാസമായതിനു ശേഷമാണ് ഇവർ പരാതിയുമായി, ഈ അമേരിക്കൻ കമ്പനിയുടെ ആളുകൾ പരാതിയുമായി രംഗത്തെത്തുന്നത്. എന്തായാലും ഇൻഫോപാർക്ക് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട വിശ്വാസവഞ്ചനയും പണം തട്ടലും ചതിയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കേസെടുത്തിട്ടുണ്ട്, FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ CEO ജ്യോതിഷ് കുമാറിനെയും അതുപോലെ ഫിനാൻസ് ഹെഡ് ആനന്ദ് ദിലീപ് എന്ന് പറയുന്ന ആളെയുമാണ്. ഇൻഫോപാർക്ക് പോലീസാണ് കൊച്ചി കേന്ദ്രീകരിച്ചുള്ള IT സ്ഥാപനത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത്. അമേരിക്കൻ കമ്പനിക്ക് സോഫ്റ്റ്വെയർ നിർമ്മിച്ചു നൽകാമെന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിലാണ് നടപടി.